ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്താലോ? ബ്രെഡ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. ക്ലാസ്സിലായതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ പിടിക്കാനും താമസം വന്നുപോയി. ഒരു 3 മുട്ടയിലേക്ക് ഒരു നുള്ളു കറുവാപ്പട്ടപ്പൊടിയും, 1 കപ്പ് പാലും, 1 നുള്ളു ഉപ്പും, മധുരത്തിലുള്ള ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തു. 3 മുട്ടയും, ഉപ്പ്, പഞ്ചസാര, പാല്, ഫ്ലേവറിന് വേണ്ടിയിട്ട് കറുവാപ്പട്ടപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയാലും ഉപയോഗിക്കാം. അതങ്ങനെ അടിച്ചു വെച്ച ശേഷം നമുക്കൊരു പാനിലേക്ക് ബട്ടർ ചൂടാക്കാം, അല്ലെങ്കിൽ നെയ്യ് ചൂടാക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ നെയ്യ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ ബ്രെഡ് ഓരോ പീസും ഈ പാലിൽ മുക്കി ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു വശം ഒത്തിരി ഒന്നും മൂത്ത് പോകുന്നു വേണ്ട കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോഴേക്കും മറിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ സാധാരണ എടുക്കുന്ന ബ്രെഡിന് നല്ല ഹൈറ്റുള്ള ബ്രെഡ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു സ്ലൈസ് ഇല്ലേ, അതിൻ്റെ 2 സ്ലൈസിൻ്റെ കനം ഉണ്ടാകും ഒരു ഫ്രഞ്ച് ടോസ്റ്റിന് അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റിന്. അത്രയും വലിപ്പമുള്ള ബ്രെഡാണ് ഇതിന് എടുക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. വളരെ പെട്ടെന്ന് ഇടണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി ചെയ്തേക്കാം. ജസ്റ്റ് ഒരു സ്ലൈസ് എടുക്കുക. നമ്മളുടെ ഈ ബാറ്ററിൽ മുക്കി. ബാറ്റർ പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മുട്ടയും പാലും മാത്രമേ ഉള്ളൂ. മുട്ടാപാല്, ഉപ്പ്, പഞ്ചസാര, ഏലക്കപ്പൊടി അല്ലെങ്കിൽ കറുവാപ്പട്ടപ്പൊടി മാത്രം ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത മിശ്രിതമാണ്. ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ഡിപ്പ് ചെയ്തെടുക്കുക ബ്രെഡ്. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ടെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് അല്ലെങ്കിൽ മിൽക്ക് ടോസ്റ്റ് എന്നൊക്കെ പറയും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കാര്യം ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. കുട്ടികൾക്ക് ചായയോടെ കഴിയായിട്ട് കൊടുക്കാം. അപ്പം നല്ലൊരു വീഡിയോ വേണ്ടി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.